ഹായ്, കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. മോളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വിരിയൊക്കെ മടക്കി വെക്കുന്നതാണ്. അങ്ങനെ മടക്കി വെച്ചിട്ടില്ല, എന്തോ പോലെ കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവലുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് എണീറ്റ ഉടനെ തന്നെ ഈ വിരിയെല്ലാം മടക്കി തലയണയൊക്കെ നന്നാക്കി വെച്ചെങ്കിൽ മാത്രമേ ഒരു മനസ്സമാധാനം കിട്ടൂ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് എൻ്റെ ഒരു തൈയുണ്ട്, മലേഷ്യൻ ചെറീൻ്റെ ഒരു തൈയുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 1 2 3 4 കായ്കളുണ്ട്. ഇതിപ്പം അത്യാവശ്യം പഴുത്ത് നിൽക്കുന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ, നോക്ക്. ഇപ്പോൾ ഒരു മഞ്ഞ നിറമല്ലേ ഉള്ളത്. കുറച്ചുകൂടി പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന നിറമാവും. വലിയൊരു മധുരമൊന്നും ഇല്ലെങ്കിലും ഒരു പുളിയോട് കൂടിയ ഒരു ചവർപ്പുള്ളൊരു മധുരമാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് പൊതുവേ ഇങ്ങനെ പുളിയുള്ള സാധനങ്ങളില്ലേ, നെല്ലിക്ക, പിന്നെ അങ്ങനെ ഇതില്ലേ ഇരുമ്പൻ പുളി എന്ന് പറയുന്നത്, പിലുമ്പി എന്നൊക്കെ പറയുന്നത്, അത്, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനെ പുളിയുള്ള തക്കാളിയൊക്കെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കെല്ലാം ഇങ്ങനെ മധുരമുള്ള ഇഷ്ടമുള്ള സമയത്ത് ഓൾക്ക് നല്ല ഇങ്ങനെ പുളിപ്പോട് കൂടിയ ഈ ചവർപ്പുള്ള അങ്ങനത്തെ സാധനങ്ങളോട് അവൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇത് അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, ഇതിന് അത്യാവശ്യം ഒരു ചവർപ്പും പുളിയെല്ലാം കൂടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നോക്കി ഞാൻ മോൾക്ക് ഒരെണ്ണം പറിച്ചു കൊടുത്ത്. അപ്പോൾ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് രാവിലെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മാവൊന്നുമില്ല, അരച്ച് വെച്ച മാവൊന്നുമില്ല. പിന്നെ വേറെ പുട്ടുപൊടിയോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഉപ്പുമാവിൻ്റെ ഗോതമ്പ് നുറുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ എടുത്ത് ഞാൻ ഇവിടെ അത്രയേ വേണ്ടൂ. കാരണം ഞാനും മോളും ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചല്ലേ വേണ്ടൂ. പിന്നെ കഴിക്കലും അത്രയും വളരെ കുറച്ചേ കഴിക്കും. മോൾക്ക് ഇതിൻ്റെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഇഷ്ടമാണ്. അംഗനവാടിയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഉപ്പുമാവ് കൊടുക്കലുണ്ട്. അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഇതിനോടൊരു ഇഷ്ടമുണ്ട് പൊതുവെ. അപ്പോൾ അതൊരു 2-3 വെള്ളത്തിൽ കഴുകി ഇത് ഞാൻ വച്ച്, അതായത് കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെയല്ല. സാധാരണ ഞാൻ പിന്നെ നല്ല ഇങ്ങനെ മണിമണി പോലെ ഉണ്ടാവലുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് വെച്ചത്. സാധാരണ ഞാൻ ചീനച്ചട്ടി തന്നെ വറവിട്ടിട്ട് അതിലേക്ക് പിന്നെ ഈ നുറുക്കിട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കുക്കറിൽ വേവിച്ചതിന് ശേഷം ചീനച്ചട്ടിയിൽ ഉള്ളിയും ഇങ്ങനത്തെ സാധനങ്ങൾ, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വറവിൽ കടുകും ഉഴുന്നുപരിപ്പൊക്കെയുള്ള വറവിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ കറിവേപ്പില തീർന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കറിവേപ്പില കാണൂല. കാരണം കറിവേപ്പില തീർന്നു പോയി. ഇതിലിടാൻ കറിവേപ്പില ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഫ്രിഡ്ജിലൊന്നുമില്ല. പിന്നെ മുറ്റത്തൊരു തൈ ഉണ്ടായിരുന്നു. ഞാൻ ഓമനിച്ച് താലോലിച്ച് 1 അല്ല 2 3 തൈ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, അതെനിക്ക് റെഡിയായി കിട്ടിയില്ല. ഒരു തൈയിൽ നിന്ന് ഞാൻ കുറേ നുള്ളി എടുത്തതാണ്. അപ്പം അതെന്തെന്നറിയില്ല, 2 അല്ല 3 തൈയും എൻ്റെ പോയി. നിങ്ങൾക്കൊക്കെ അങ്ങനെ വീട്ടിലെങ്ങനെയാണ് കറിവേപ്പില നല്ലോണം പിടിച്ച് കിട്ടുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ, എനിക്ക് പിടിച്ച് കിട്ടുന്നില്ല. ഞാൻ എന്തൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ തൈ വാങ്ങി എത്ര കാലമായി എന്നറിയാം കുഴിച്ചിടുന്ന. ബാക്കി ഞാൻ പച്ചമുളകും ഇഞ്ചി അങ്ങനത്തെ അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യല, എനിക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ചീരയും, ഇപ്പം വേനൽക്കാലമൊക്കെ ആകുമ്പം പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഞാനെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഈ കറിവേപ്പില പിടിച്ച് കിട്ടുന്നില്ല. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് പിടിച്ച് കിട്ടുന്നേ ഇല്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഒരു മരട് ഞാനിങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം മാറ്റി നട്ട് നോക്കുമ്പോൾ എന്താണെന്ന് പറയുക, ഞാൻ അടിവളമായിട്ട് നമ്മളെ കിച്ചൺ വേസ്റ്റ് ഇല്ലേ, കിച്ചൺ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, കമ്പോസ്റ്റ് ആയിട്ടില്ലേനു. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടി പോലെ ഉണ്ടാകുമല്ലോ കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ, നല്ല കറുപ്പ് കളറിൽ, അങ്ങനെ ആയിട്ടില്ലേനു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, കുഴിയെടുത്ത് അതിൽ ഞാൻ കിച്ചൺ വേസ്റ്റ് ഇട്ട്, അപ്പോൾ ലേശം ഒരു വെള്ളത്തോട് കൂടി ഒരു ഇതുണ്ടായിരുന്നു അതിന്. അങ്ങനെ ഞാൻ ഈ തൈ അതിൻ്റെ മുകളിൽ മണ്ണിട്ട്, പിന്നും ഞാൻ ഒരുപാട് മണ്ണിട്ടതിന് ശേഷമാണ് ഞാൻ ഈ തൈ വെച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഈ തൈ പോയി. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. മഴേൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ വെച്ചത്. എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് നല്ലോണം തളിർത്ത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയില്ല, നന്നായി കിട്ടിയില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു മടി വന്നു. പിന്നെ പറയുന്നതൊക്കെ സത്യമാണെന്നൊന്നും അറിയില്ല. കടമുള്ളവരെ വീട്ടിൽ കറിവേപ്പില ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നാലും ചിലപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, എനിക്ക് കട ഉണ്ടായിട്ടാണോ കറിവേപ്പില ഉണ്ടാകാത്തതെന്ന്. അമ്മയൊക്കെ പറയുന്ന കേട്ടോ, ഉള്ളതാണെന്നും ഇല്ലാത്തൊന്നും നേരെ ഞങ്ങൾ പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അറിവുണ്ടോയെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ രാവിലെ ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവും പഴവും. അപ്പോൾ മോൾക്ക് ഞാൻ കൊടുത്തത്, അവൾക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്.
അപ്പോൾ പഠനമൊക്കെ കുറേ ദിവസമായി നിന്നിട്ട് അത്യാവശ്യം നോക്കലുണ്ടായിന്. ഇപ്പം കുറച്ചായി ഒന്നും അങ്ങനെ നോക്കലില്ല. നോക്കി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോൾക്ക് ഭക്ഷണം കൊടുത്തു. കൊടുത്ത് ഇന്ന് അംഗനവാടി പോയിട്ടില്ല കേട്ടോ. ചെറിയൊരു ജലദോഷമുണ്ട് മോൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. പിന്നെ അവിടെ പോയി ഇപ്പം അംഗനവാടി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി കുറേ തുള്ളിക്കഴിഞ്ഞാലൊക്കെ മോൾക്ക് പെട്ടെന്ന് ജലദോഷം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. അപ്പം വിചാരിച്ച് ഇന്നെന്തായാലും ഇവിടെ വീട്ടിലിരിക്കട്ടെ എന്ന് വെച്ച്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ പണി നോക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെയാണ് ചെയ്യുന്നത്. അധികം ഉച്ചയൊന്നും ആയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ അടുപ്പിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിക്കേണ്ട ഇതിലെന്താ വെക്കുന്നതെന്നുള്ളത്. അടുപ്പിൻ്റെ പണി കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറുമ്മലാണ് വെച്ചത്. നല്ല കറണ്ട് ബില്ല് വരും കേട്ടോ. പിന്നെ നല്ല ബില്ലായിരിക്കും. അങ്ങനെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. വെച്ചാൽ അടുക്കളേൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അടുക്കളേൻ്റെ പണി കഴിയാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെക്കലാണ് സാധാരണ. അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. ചിക്കൻ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ടൗണിൽ നിന്ന് ഇന്നലെ രാത്രി വാങ്ങിയതാണ്. ഇപ്പോൾ വില കുറവാണ്. കിലോന് 135 അങ്ങനെ ഉള്ളൂ. അപ്പം പിന്നെ ചിക്കൻ വാങ്ങി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കല്ല് പോലെയാണല്ലോ ഉണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തൊടാനത് മുറിക്കാനൊക്കെ കുറച്ച് എളുപ്പമാണല്ലോ. ചില ദിവസം ഞാൻ വിചാരിക്കും വാങ്ങിയ പാടന്നെ മുറിച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ പിറ്റേന്ന് ഉച്ചയ്ക്ക് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. മോൾ രാത്രി വന്ന് പിന്നെ മോൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അടിച്ചു വാരലും പാത്രം കഴുകലും എല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്തോ ഒരു ക്ഷീണം പോലെയാവും. അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാം കൂടി നാളെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു മടി വന്നല്ല എന്തോ ഒരു ക്ഷീണം പോലെ. പിന്നെ ഞാൻ വേഗം പോയി കിടന്നിക്കുക. അതുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ അതായത് ഇപ്പം ലേശം ചെറുങ്ങനെ തണുപ്പ് മാറിയിട്ടുണ്ട്. കുറച്ച് സമയമായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല പണിയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല കുരുമുളക് എനിക്ക് അങ്ങനെ വരുന്ന സമയത്ത് അച്ഛൻ തന്നതാണ് കേട്ടോ. ഇതിലിടാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നതാണ്. അപ്പോൾ പിന്നെ കുരുമുളകും പിന്നെ ചെറിയ ജീരകവും ലേശം പെരുംജീരകവും പിന്നെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ മസാലകൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല കേട്ടോ ഞാൻ ഇട്ടത്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചിക്കനിൽ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലോണം അതിൽ പിടിച്ച് കിട്ടും ഉപ്പും മുളകൊക്കെ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. അപ്പോൾ അത് നല്ലോണം പുരട്ടി വെച്ചു. പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം ഞാൻ ശരിക്കും ഒരു 10 മിനിറ്റൊക്കെ എനിക്ക് വെക്കാൻ നേരം കിട്ടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ബാക്കിയെല്ലാ പണിയും തീർത്തിട്ട് ഓരോരോ പണി ഇങ്ങനെ കഴിച്ച് വെക്കണമല്ലോ. ഒരുപാട് സമയം വെക്കാൻ നേരം അല്ലേ. പിന്നെ നേരത്തെ എന്ത് ചെയ്യണമായിരുന്നു, ഇത് മുറിച്ചിട്ട് പിന്നെ എല്ലാം പുരട്ടി വെക്കണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാന്ന് തോന്നി കേട്ടോ എനിക്കത് പുരട്ടുന്ന സമയത്ത്. അതിനിപ്പം കുറച്ചും കൂടി വേണേൽ നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച് നല്ലോണം പുരട്ടി അവിടെ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറ് അതിൽ വെച്ച് കഴിഞ്ഞു. ഇനി ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മളെ ഇതില്ലേ ബേ ലീഫും പിന്നെ ഗ്രാമ്പും പട്ടയും ഇത് 3 ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയല്ല കേട്ടോ വെക്കൽ. ഓരോ തവണ എനിക്ക് ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് മടിയുള്ളതിനെ കൊണ്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്രൈ പോലെ അങ്ങനെ ചെയ്തതാണ്. സാധാരണ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വീണ്ടും ഈ ഫ്രൈൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കലുണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നല്ലോണം എനിക്ക് ഈ ചിക്കൻ പൊതുവേ ഇങ്ങനെ ചുവപ്പ് കളറില്ലേ, നല്ല ചുവന്ന മൊരിഞ്ഞ് നല്ല ഇതായി നിൽക്കുന്ന ആ കളറിലുള്ള ചിക്കനാട്ടോ എനിക്കിഷ്ടം. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കളറ് തോന്നായിട്ടാട്ടോ, ശരിക്കും നല്ല ചുവന്ന കളറുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ചുവന്ന കളർ കുറച്ചും കൂടി തോന്നാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടും കുറച്ച്. എൻ്റെ ഒരു സന്തോഷത്തിന് ഇടുന്നതാട്ടോ. പിന്നെ ഇതിലിപ്പം കാശ്മീരി മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ കണ്ടില്ലേ നല്ല കളറില്ലേ, തക്കാളി ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ
പിന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ചുവന്ന കളറായിരിക്കും, നല്ല സുഖം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ആദ്യമൊക്കെ എനിക്ക് ഈ ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. തൈരും പണ്ട് നമ്മൾ കോളേജിലെല്ലാം പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ കഴിക്കാനാണ് താല്പര്യം. ഇപ്പം ചിക്കൻ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ സുഖമാണ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ഇരുമ്പൻ പുളി കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇരുമ്പൻ പുളി പറിക്കാൻ ഞങ്ങൾ ഇരുമ്പൻ പുളിയെന്നും പിലുമ്പി എന്നൊക്കെ പറയും. പിലുമ്പി കൊണ്ട് കറി വെക്കാമെന്ന് വെച്ചിട്ട് പറിച്ച്. നിങ്ങൾ വെക്കലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഞാൻ മലേഷ്യൻ ചെറി പറിച്ചു കൊടുത്തതാണ് കേട്ടോ. പഴുത്തരെണ്ണം. മോൾക്കത് ഭയങ്കര ഇഷ്ടം. കണ്ടില്ലേ കഴിക്കുന്നത്? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുന്ന അത് പറിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് ഓടി വരും മുറ്റത്തേക്ക്. മോളെ മലേഷ്യൻ ചെറി പറിച്ചു തരട്ടെ എന്ന് വെച്ചാൽ വേഗം ഓടി വരും. നല്ല പുളിപ്പാന്നല്ലോ, അത്യാവശ്യം പുളിപ്പുണ്ടതിന്. അത് നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്താൽ നല്ല ചുവന്ന നിറമാവും. അതുകൊണ്ട് അത്യാവശ്യം പുളിപ്പുണ്ടാവും. അപ്പോൾ പിലുമ്പി കൊണ്ട് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചട്ടിയിലാണ് കറി വെക്കുന്നത്. ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചാൽ അതൊരു 5 കായൊക്കെ എടുത്തിട്ടുള്ളൂ. 5 കായ എടുത്ത് അതും ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പും മുളകും മഞ്ഞളും അത് മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നു. വേവിക്കാന്ന് വെച്ചാൽ ഒന്നങ്ങ് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അത് വേവ് കിട്ടും. അത്രയും അതിന് വേവുള്ളൂ ഈ പിലുമ്പിക്ക്. അത്രയും വേവ് കുറവാണ്. പക്ഷേ കറി നമ്മൾ കൂട്ടുന്ന സമയത്ത് നല്ല പുളിപ്പായിരിക്കും. പുളിപ്പെന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടമുള്ള പുളിപ്പുണ്ടല്ലോ, നല്ലൊരു പുളിപ്പ് കിട്ടും. മറ്റേത് നമ്മൾ പുളിയെല്ലാം കുത്തിപ്പിഴിഞ്ഞ് ഒക്കെ ചെയ്യണ്ടേ. അത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഓൾറെഡി ഒരു നല്ല പുളിപ്പുണ്ടാകുമല്ലോ. മൂത്ത കായായിരിക്കണം. മൂത്ത കായാണെങ്കിൽ നല്ല പുളിപ്പുണ്ടാവും. ഒരു 5 കായൊക്കെ ഉണ്ടെങ്കിൽ നല്ല നമ്മളെ കാളനില്ല, നല്ല കായ്. ശരിക്കും ഇത് കാളന് തൈര് വാർന്നിട്ട് കാളനാക്കി വെക്കാൻ പറ്റും കേട്ടോ. അതും സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല, തൈര് ഒഴിക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. അതിന് ശേഷം ജീരകം ഇട്ടിട്ട്, ജീരകത്തിൽ അരപ്പിൽ ലേശം ജീരകം ഇടുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നിങ്ങളൊന്ന് വെച്ച് നോക്ക് കേട്ടോ. പിലുമ്പി നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇരുമ്പൻ പുളി പിലുമ്പി എന്നൊക്കെ പറയും. അപ്പോൾ പിലുമ്പി കൊണ്ടൊരു കറി, ചിക്കൻ ഫ്രൈയും പിലുമ്പി കൊണ്ടൊരു കറിയും ചോറും അത്രയും. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലവലോലിക്ക കൊണ്ടാണ് അച്ചാറിട്ടത്. ഉപ്പിലിട്ട് വെച്ച് പിന്നെ അതിന് ശേഷം അച്ചാറിട്ടതാണ്. അതുകൊണ്ട് അപ്പോൾ അതിനൊരു വറവിടാന്ന് വെച്ചിട്ടോ കറിക്ക്. വറവിന് കടുകും ഉലുവയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വറ്റൽമുളക് ഇടാത്ത എന്താണെന്നറിയോ, ഓൾറെഡി ആ കറിക്ക് നല്ല എരിവുണ്ട്. അപ്പോൾ പിന്നെ ഇനി വറ്റൽമുളക് കൂടി ഇട്ടാൽ ചിലപ്പോൾ ഓവറായിട്ട് എരിവായിരിക്കുമോ എന്ന് എനിക്കൊരു പേടി, മോൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ടേ.